ക്രിക്കറ്റ് കോച്ച് മനുവിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. പ്രതിയുടെ തെളിവെടുപ്പ് പൂർത്തിയായി. പരിശീലനത്തിന്റെ ഭാഗമായി കുട്ടികളുമായി അടുത്ത് ഇടപഴകുകയാണ് ഉണ്ടായത് എന്ന് മനുവിന്റെ മൊഴി. കേസിൽ കുറ്റപത്രം ഉടൻ. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, കേരളത്തിന്റെ കായിക രംഗത്തെ സമൂഹ മനസാക്ഷി മുഴുവൻ ഞെട്ടിച്ച കേസാണ്. അടുത്തിടപഴകുക മാത്രമാണ് ഉണ്ടായത് എന്നുള്ളതാണ് മനുവിന്റെ മൊഴി എന്ന് പറയുന്നത്. ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കുമ്പോൾ എന്താണ് പോലീസിന്റെ ആവശ്യം? മാധു, തിരുവനന്തപുരത്ത് KC ആസ്ഥാനത്ത് ക്രിക്കറ്റ് പരിശീലനത്തിനിടെ പീഡനം നടന്നു എന്നുള്ള പരാതികളിൽ 6 പോക്സോ കേസുകളാണ് കോച്ച് മനുവിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനാണ് മനുവിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. തെളിവെടുപ്പ്, ചോദ്യം ചെയ്യൽ എന്നിവ പൂർത്തിയാക്കി. ഇന്ന് കസ്റ്റഡി കാലാവധി കഴിയും. മനുവിനെ തിരിച്ച് കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുകയും ചെയ്യും. പോലീസ് പറയുന്നത് ഈ പെൺകുട്ടികൾ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട് ഒരു കുറ്റസമ്മതം മനുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പകരം മനു നൽകിയിരിക്കുന്ന മൊഴി ഈ ക്രിക്കറ്റ് പരിശീലനത്തിൻ്റെ ഭാഗമായി പെൺകുട്ടികളുമായി അടുത്തിടപഴകുക മാത്രമാണ് ചെയ്തത്. അതിനപ്പുറം ലൈംഗിക ഉദ്ദേശത്തോടെ സമീപിച്ചിട്ടില്ല എന്നാണ് മനു മൊഴി നൽകിയിരിക്കുന്നത്. അതേസമയം ഈ പെൺകുട്ടികൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തിൽ ഈ മൊഴികളെ സാധൂകരിക്കുന്ന സാഹചര്യ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതിനൊപ്പം തന്നെ കുട്ടികളുടെ ചിത്രങ്ങളടക്കം മൊബൈലിൽ ഫോട്ടോ എടുത്ത് പകർത്തി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ മൊഴിയിലുണ്ട്. അതുകൊണ്ട് മനുവിൻ്റെ 2 ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ആ പരിശോധനാ ഫലം അടുത്ത ദിവസങ്ങളിൽ ലഭിക്കും. അതുകൂടി ലഭിച്ചു കഴിഞ്ഞാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത്.